നമ്മൾ കണ്ട രാവിലെ ഭഗവാന് 5 തിരിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ? 5 തിരിയിട്ട് രാവിലെ ഏട്ടൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്പലത്തിൽ പോകും. ഞാൻ വന്നിവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പതുക്കെ എൻ്റെ ജോലി അടുക്കളയിലേക്കുള്ള പരിപാടി ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ കണ്ടോ. കണ്ടോ രാവിലെ പാട്ടൊക്കെ വെക്കില്ല ഫോണിനകത്തിൽ ഹരിനാമ കീർത്തനമൊക്കെ കേട്ട് കഴിഞ്ഞ് രാവിലത്തെ കോലം കണ്ട് ഉറക്കം എണ്ണീറ്റൊക്കെ വന്ന് നിൽക്കുക. ഞാനിതാ അടുക്കളയിൽ ഇപ്പോൾ കടല വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിരിക്കുന്നു. ഇന്നലെ ഇഡലിക്ക് അരച്ച് വെച്ചതാണ്. അതാണെങ്കിൽ മാവ് അങ്ങോട്ട് പൊങ്ങിയില്ലതായിരിക്കുന്നത് കണ്ടോ. അത് കുറച്ച് സമയത്തിനുള്ളിൽ ഇത് റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് സവാള കടലക്കറിക്ക് ഒരു സവാള അരിയാന്ന് വെച്ചുകൊണ്ട് ഇത് കണ്ടോ. ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു തണ്ട് കൊണ്ടുവച്ച് കിളിപ്പിച്ചെടുത്തതാണ്. ഇതിങ്ങനെ കാണുമ്പോൾ രാവിലെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. മണി പ്ലാന്റ് ആണ്. ഞാനതിങ്ങനെ രാവിലെ എനിക്കിതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടോ. ഇത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി, ഒരു ഇഷ്ടമാണ് എനിക്കിതിങ്ങനെ കാണുന്നത്. ഞാനെന്നും രാവിലെ വന്ന് ഇവിടെ ഇച്ചിരി നേരം നോക്കി നിൽക്കും എൻ്റെ മണി പ്ലാന്റിനെ. ഇതായി ഐസ്ക്രീമിൻ്റെ വാട്ടയ്ക്കകത്ത് ഞാൻ ഇതാക്കി വെച്ചതാണ്. ഇതേപോലെ ഞാനിവിടെ വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ. ഇങ്ങനെ എനിക്ക് പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതങ്ങ് പോയി. കണ്ടോ കിളിക്കട്ടെ പോട്ടെ. ഞാനിങ്ങനെ മണി പ്ലാന്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓർത്ത് രാവിലെ കടലക്കറിയും ദോശയും ഒന്ന് കൊടുത്തു വിടാം. അതിനായിട്ട് ഉള്ളിയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കുവാണ്. ഏട്ടൻ രാവിലെ എഴുന്നേറ്റു, വിളക്കൊക്കെ കത്തിച്ചു. പുള്ളിക്കാരൻ എന്നും രാവിലെ അതെനിക്ക് തോന്നുന്നു വേറി വെച്ചാൽ മറ്റേ ജോലിക്ക് പോയുള്ള ശീലമാണ്. രാവിലെ അങ്ങ് എഴുന്നേക്കും. എണീറ്റ് ഞാൻ പറയും എങ്ങും പോകുന്നില്ലല്ലോ, കുറച്ച് സമയം കൂടെ കിടക്കാൻ പറഞ്ഞാലൊന്നും ആൾ കേൾക്കത്തൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് അടിച്ചു വാരി, അതുപോലെ ഹാളും ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് കുളിച്ച് വിളക്കും ചിലപ്പോൾ രാവിലെ അങ്ങ് വിളക്കൊക്കെ അങ്ങ് തേച്ച് വിളക്കെല്ലാം ഒരുക്കി രാവിലെ ഒരു 5 തിരിയിട്ട് അങ്ങ് കത്തിച്ചിട്ട് അമ്പലത്തിൽ പോകും. ഇവിടെ നമ്മുടെ നരസിംഹസ്വാമി അമ്പലം ഉണ്ടല്ലോ, നമ്മുടെ തൊട്ട് വടക്കേപ്പുറത്തെ, അവിടെ പോകും. അവിടെ ഇവർ കുറേ ആളുകളുണ്ട്, സ്ഥിരം തൊഴുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കാത്തിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി അമ്പലത്തിലെല്ലാം പോയി തൊഴുത്. പക്ഷേ ഒരു നല്ല ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുക എന്ന് പറയുന്നത്. വൈശാഖ മാസത്തിൽ ഞാനും ഒരു മാസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരം നമുക്കൊരു കിട്ടുന്ന ഒരു സന്തോഷം, ഒരു പോസിറ്റീവ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബിൽ എവിടെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. വൈശാഖ മാസം മുഴുവൻ നിങ്ങൾ കുളിച്ച് തൊഴുത് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കുമെന്ന് കണ്ടു. അങ്ങനെ ഞാനും പോയതാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഒരു സുഖമായിരുന്നു. ആ ദിവസം മുഴുവനും നമുക്കൊരു പോസിറ്റീവ് ഫീലാണ്. നല്ല ഒരിതായിരുന്നു. ഞാൻ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇച്ചിരി ഒരു 6:30 ആയിട്ടേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. കാരണം ഞാൻ രാത്രിയിൽ ഒരിത്തിരി ലേറ്റായിട്ടാണ് കിടക്കുന്നത്. തയ്ച്ചിട്ടൊക്കെ കിടക്കുന്നതല്ലേ. അപ്പോൾ ചിലപ്പോൾ തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്. കൊച്ചിന് 8:30 8:45 ആകുമ്പോഴത്തേനും പോയാൽ മതി. അപ്പം ഞാനൊരു
6 മണി 6:30 ഞാൻ പലപ്പോഴും എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഏട്ടൻ അമ്പലത്തിൽ പോകും, ഇവിടെ കാണത്തില്ല. ഞാൻ എണീറ്റ് വന്ന് രാവിലെ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്ത് കൊച്ചിന് പോകണ്ടേ, അപ്പോഴത്തേന് രാവിലെ എല്ലാം ചെയ്തങ്ങ് നിൽക്കുക. കാരണം പിന്നെ ഞാൻ രാവിലെ അങ്ങ് മടിക്കും. പിന്നെ വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നേ എന്തെങ്കിലും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ബുധനാഴ്ച വൈകിട്ട് എന്തെങ്കിലും തയ്യാറാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മൾ പോയി അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇച്ചിരി ലേറ്റായി പോകും. അതിന് ഞാൻ ബുധനാഴ്ച വൈകിട്ട് എല്ലാം സെറ്റപ്പാക്കിയൊക്കെ വെച്ചിട്ടായിരിക്കും വ്യാഴാഴ്ച രാവിലെ പോകുന്നത്. പക്ഷെ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർഷം കൂടെ അച്ചു +2 കഴിഞ്ഞ് അവന് എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ ഞാനും വിചാരിക്കുന്ന അടുത്ത വർഷം ഞാനും ഏട്ടൻ്റെ കൂടെ അങ്ങ് രാവിലെ പോയി അങ്ങ് കുളിച്ച് തൊഴുവാണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ ഞാൻ ഓർക്കുക, ഞാനൊരു 4-5 മാസം അടുപ്പിച്ച് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം അതങ്ങ് നിർത്തി പോക്കൊക്കെ. എന്നും വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു എക്സസൈസ് ഇവിടെ ചെയ്യണം. ഞാനങ്ങ് എന്തോരം വീഡിയോസും അതും ഇതും ഒക്കെയാണെന്നറിയാമോ സേവ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ എന്താ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ എനിക്ക് കഴിയുകയില്ല, ഇനി വൈകിട്ടാകട്ടെന്ന് വിചാരിക്കും. എന്നാൽ വൈകിട്ട് ചെയ്യാനാണെങ്കിലോ ഒന്നുകിൽ ആ സമയത്ത് ഇവിടെ ആരെങ്കിലും വരും, തയ്ക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ വരും. ഇനി ആരും വന്നില്ലെങ്കിലും അത്രയും സമയം കൂടി ഇരുന്ന് തയ്ക്കാമല്ലോ എന്ന് കരുതി ഞാൻ അവിടെ ഇരുന്ന് തയ്ച്ചും വെച്ച് ഒരു 5-5:30 ആകുമ്പോൾ ഓടി വന്ന് കുളിച്ച് പിന്നെ ഇരുന്ന് നാമം ജപിച്ച് അങ്ങനെ അങ്ങ് പോയി. എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ ഞാൻ ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ, ഈ ഇടയിലും ഇല്ല അങ്ങനല്ല ഞാനിനി സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞൊരിടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തുടങ്ങി വെച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ കാലും മേലും കയ്യും ഒന്നും അനക്കാൻ മേല. തുടക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഞാനിവിടെ കിടന്നുകൊണ്ട് ഭയങ്കര എക്സസൈസൊക്കെ ആയിരുന്നു ഈ ഫോണിനകത്തിൽ കണ്ടിട്ട്. എന്നിട്ടോ ആ വേദന മുഴുവനും അനുഭവിച്ചു താനും തുടർന്നൊട്ട് ചെയ്തോ അതുമില്ല. അയ്യോ, എനിക്കെന്തോ നടക്കാനോ ഒന്ന് ഇരിക്കാനോ തയ്ക്കാനൊക്കെ അവിടോട്ട് ചെന്നിട്ട് തയ്ക്കാനിരിക്കുന്ന പോട്ടെ, നമുക്കൊന്ന് കക്കൂസിൽ പോലും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലത്തെ വേദനയായിരുന്നേ. പിന്നെ അങ്ങ് സഹിച്ച്. അല്ലാതെ ഇപ്പം എന്താ ചെയ്യാനാ, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഞാനങ്ങ് തുടർന്ന് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണിത്. ഇങ്ങനെ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യാനങ്ങ് ഒരുങ്ങി 2-3 ദിവസം ഭയങ്കര ആവേശത്തിൽ കാണിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഞാനങ്ങ് നിർത്തും. എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല. അതേസമയം ഞാൻ ജിമ്മിലെ വല്ലതും അങ്ങ് പോകാൻ തുടങ്ങുവാണെങ്കിൽ ഞാനങ്ങ് പോകും കേട്ടോ. ഞാനൊരു 4-5 മാസം പോയി എനിക്ക് എനിക്ക് ഒരുപാടങ്ങ് വണ്ണം കുറയണമെന്നല്ല, നമുക്കൊരു സുഖം ഫ്രീ ആയിട്ട് നടക്കാം എന്ന് കരുതി എനിക്കിപ്പോൾ അങ്ങ് ഒത്തിരി നടക്കാനങ്ങനെ ബുദ്ധിമുട്ടോ അങ്ങനെ അതല്ല. എന്നാലും നമുക്കൊരു സുഖമാണ്. ജിമ്മിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഫുള്ളൊന്ന് ഫ്രീ ആകുന്ന പോലെ തോന്നുന്നത്. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അങ്ങനെ പോകാൻ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ പൈസയും കൂടെ വേണ്ട. എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് വേണ്ട, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന്. പക്ഷേ വീട്ടിൽ ചെയ്യുമോ അതുമില്ല, ജിമ്മിൽ പോവുമോ അതുമില്ല. ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ച്. അപ്പോൾ ഇച്ചിരി കടലക്കറിക്കകത്ത് ഇച്ചിരി തേങ്ങാക്കൊത്തിലുണ്ട്. അപ്പോൾ ഒരു തേങ്ങ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ കേട്ടോ ഫ്രിഡ്ജിൽ. തിരുമിയ തേങ്ങയാണ്. അപ്പം ഞാനൊന്ന് പൊട്ടിക്കട്ടെ. എൻ്റെ പൊന്ന് ദൈവമേ, തേങ്ങയുടെ കാര്യം പറയുമ്പോഴാണ് ഈശ്വരാ, ഇത് കണ്ടോ, ഞങ്ങളിവിടെ തേങ്ങ പൊതിച്ചിങ്ങനെ ഒരുക്കി അങ്ങ് എടുക്കുവേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരുമുമ്പം ഈ തേങ്ങയുടെ പുറത്തെ പൊടിയെല്ലാം അങ്ങ് പാത്രത്തിൽ വീഴത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, തേങ്ങ പൊതിച്ച് ഒരു പഴയ എഴുതിച്ചാത്തി അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ ഇവിടെ വന്ന് വരേണ്ടി ചോദിക്കുക, നമ്മൾ നെയ്ത്തേങ്ങ ഉണ്ടാക്കാൻ നിങ്ങളിങ്ങനെ തേങ്ങ വൃത്തിയാക്കുന്നതെന്ന്. ഇതിപ്പോൾ കുറവാണ്. ഇതിലും അങ്ങ് ചെത്തി അങ്ങ് വൃത്തിയാക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തിരുമുമ്പഴേ ഈ തേങ്ങയുടെ പൊടി വീഴാതിരിക്കാനായിട്ട്. തേങ്ങയ്ക്കൊക്കെ എന്തുവാ വില, തേങ്ങ കിട്ടാനുമില്ല. എൻ്റെ ശൈല ചേച്ചി വീഡിയോ കാണുന്നതാ. ചേച്ചി എനിക്ക് 10 തേങ്ങയാണ് ചേച്ചി തന്നത്. സാധാരണ ഞങ്ങൾക്ക് 10-30, പണ്ടൊക്കെ ഞാൻ 30-40 തേങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ
അത് കഴിഞ്ഞിട്ടായാലും 20-25 തേങ്ങയൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം തേങ്ങ ഇല്ല, കേരളത്തിലേ തേങ്ങ ഇല്ല. ആരോട് ചോദിച്ചാലും തേങ്ങ ഇല്ല. പിന്നെ തന്നെയല്ല, വെളിച്ചെണ്ണയുടെ വില കണ്ടോ, 400-450 രൂപ. ഇവിടെ ഞങ്ങളുടെ മാവേലിക്കര ഇവിടെ ഒരിടത്ത് ഈ വെളിച്ചെണ്ണ അന്നേരം ആട്ടി വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ വെളിച്ചെണ്ണ മേടിക്കുമായിരുന്നു കന്നാസിനകത്തൊക്കെ. എന്തോ വിലയാണ് എൻ്റെ ദൈവമേ, ഭയങ്കര വിലയായി. എന്തോ ചെയ്യും മനുഷ്യൻ, എന്തോ ചെയ്യും? മത്തിയുടെ വില കണ്ടോ, മത്തിക്കാണെങ്കിൽ പിന്നെ ഇന്നലെ ഞാൻ 1/2 കിലോ മത്തി മേടിച്ചു, 200 രൂപ. എന്നിട്ടാണെങ്കിൽ എത്ര മത്തി ഉണ്ടായിരുന്നെന്നറിയാമോ? 11 മത്തിയേ ഉള്ളായിരുന്നു. എന്തോ ചെയ്യാനായി? കൊച്ചിനൊന്ന് വറുത്ത് കൊടുക്കാനോ വല്ലോ വേണ്ടേ? എന്തോ ചെയ്യും ഇങ്ങനെ മനുഷ്യന്? വരുമാനം നമുക്കങ്ങനെ അതിന് മാത്രം കൂടുന്നോ? ചിലവ് കൂടി വരുമോ ഓരോ ദിവസവും? ഇനി 2 തേങ്ങയുണ്ട്, അതിലൊന്ന് ഞാനിപ്പോൾ എടുത്തതാണ്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. പൊട്ടിച്ചിട്ട് എന്നാൽ ഇങ്ങനെയുള്ള തേങ്ങാക്കൊത്തൊക്കെ ഇടിയിലൊന്ന് നിർത്തുമോ? അതുമില്ല. തേങ്ങാക്കൊത്തിടണം, നമ്മളിട്ട് തിന്ന് ശീലിച്ചതല്ലേ. തേങ്ങാവെള്ളം നല്ലതായിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ മധുരമൊന്നുമില്ല കേട്ടോ തേങ്ങ. എൻ്റെ ദൈവമേ, തേങ്ങയുടെ വില ഇങ്ങനെ പോയാൽ എന്തോ ചെയ്യും? ഞാനന്ന് ആരെ കണ്ടാലും ഇച്ചിരി പരിചയമുള്ളവരെ കാണുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കും, തേങ്ങ കിട്ടാനുണ്ടോ? ഒരു 10 തേങ്ങ മേടിച്ചതാ. ജിമ്മിലെ എനിക്ക് പരിചയമുള്ളൊരു രമ്യ കൊച്ചുണ്ട്. എന്നും ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും, മോളെ തേങ്ങ അവിടെങ്ങാനും കിട്ടാനുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു 10 തേങ്ങ വേണമായിരുന്നു. എന്തോ ചെയ്യും നമ്മൾ തേങ്ങയ്ക്ക്? നമ്മുടെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളെല്ലാം നടന്നു പോകണ്ടേ? തേങ്ങയും പച്ചക്കറി. പണ്ടാന്നേ പച്ചക്കറി 100 രൂപയ്ക്കൊക്കെ കിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പം 100ൻ്റെ കിറ്റ് എവിടെയെങ്കിലും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. കിട്ടുന്നത് 200 രൂപ. എന്നിട്ട് അത് വാങ്ങിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് അതിനകത്ത് കുറേ തടിമാടം പച്ചക്കറികൾ കാണും. അതെന്തോ ചെയ്യാനാ? അതും വെച്ച് എന്നും അങ്ങ് അവിയലും സാമ്പാറും ഉണ്ടാക്കാൻ തേങ്ങ ഇവിടെ കിടക്കുന്നു അവിയൽ ഉണ്ടാക്കാനായിട്ട്. അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി തേങ്ങ ഇല്ലാതെ അത് കൊള്ളാവോ? പിന്നെ സാമ്പാർ എന്നും സാമ്പാർ വെക്കണം. എന്തോ ചെയ്യും? എങ്ങനെ ജീവിക്കും മനുഷ്യനെ? എനിക്കറിയത്തില്ല. അയ്യോ, ഇവിടെ അന്നേ വലുതായിട്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ ചിക്കനും ബീഫും ഒന്നും വലിയ താല്പര്യമില്ല. ഇവിടെ അങ്ങനെ വലുതായിട്ട് വാങ്ങിക്കാറുമില്ല. എനിക്കാണെങ്കിൽ ഒരു ഇച്ചിരി മത്തി ആയാലും മതി കേട്ടോ. മീൻ വേണം, ഇച്ചിരി മീൻ വേണം, ഒത്തിരി വേണ്ട, ശകലം. വെട്ടോത്തി വെച്ചില്ല, വെട്ടോത്തി കടല വെന്തിരിക്കുക. ഇഡലിയുടെ മാവാണെ പുളിച്ച് പൊങ്ങിയതും ഇല്ല. കാര്യം പറഞ്ഞില്ലായിരുന്നു, എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നല്ലേ. എക്സസൈസ് ചെയ്യുന്ന കാര്യം ഇഷ്ടമാണ് ചെയ്യാൻ. അന്ന് ആരെങ്കിലും കൂടെ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്കങ്ങ് മടിയില്ലാതെ അങ്ങ് ചെയ്യാവേ. ഇത് ഇവിടെ ആരാ? ഏട്ടനെ വിളിച്ച ഏട്ടൻ വരത്തില്ല. ഏട്ടൻ പറയും, ഞാൻ പറമ്പിലൊക്കെ കിളയ്ക്കുന്നില്ലേ, ചേമ്പൊക്കെ നടുന്നില്ലേ, ചേമ്പിനൊക്കെ തടവെടുക്കുന്നില്ലേ, തെങ്ങിനൊക്കെ തടവെടുക്കുന്നില്ലേ, ഞാനതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അല്ലേലും പുള്ളി ചെയ്യത്തുമില്ല, വിളിച്ചാലും വരത്തില്ല. എന്നാൽ ഇവിടെ അടുത്തൊരിടത്ത് യോഗയ്ക്ക് പോകാമെന്നും പറഞ്ഞ് ഞാനൊന്ന് വിളിച്ചു, അതിനും വരത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് തന്നെയാണ് പോകാനും അങ്ങ് മടിയ. അപ്പോൾ അത് കാരണം എൻ്റെ എക്സസൈസൊക്കെ മുടങ്ങി കിടക്കുക. ഇനി അതൊക്കെ വീണ്ടും ഒന്നുകൂടെ നല്ലതായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. മടി പിടിച്ചാൽ അങ്ങ് മടിയാണ്. തുടർന്ന് ചെയ്യാൻ പോട്ടെ. ഈ ഓരോരുത്തർ പറയും എന്താ വെയിറ്റ് കുറയാൻ ഉലുവ വെള്ളം കുടിക്കുക, ജീരക വെള്ളം കുടിക്കുക, വെറും വയറ്റിൽ അത് കുടിക്കുക, ഇത് കുടിക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ കുടിക്കാനായിട്ട് ഞാൻ ഇവിടെ ചിയാ സീഡും ഒക്കെ വാങ്ങിച്ചതേ എൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. ചിയാ സീഡും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്നറിയാം. ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് ഈ പിന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് വല്ലതും കഴിക്കാവോ കുടിക്കാവോ എന്നൊക്കെ പറയുമ്പോൾ, അപ്പം അത് കഴിച്ച് വെച്ച് പിന്നെ എനിക്ക് ഉടനെ തന്നെ വേറെ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും എനിക്കൊരു പേടിയാണ്. അപ്പം ഞാൻ എടുക്കത്തില്ല.
പിന്നെ വരുമ്പോൾ നമ്മളൊരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേന് പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇനിയും പിന്നെ ചായ ഞാൻ കുടിക്കാമെന്ന് കരുതി. ചായ കുടിക്കും, എനിക്ക് ചായ വേണം, രാവിലെ ഇച്ചിരി ചായ വേണം. അപ്പോൾ അത് കാരണം എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം അങ്ങ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കത്തില്ലല്ലേ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് കൂട്ടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് വെച്ചു. ഇച്ചിരി തേങ്ങാക്കൊത്തും എടുത്ത് വെച്ചു. ഇനി ഒരു തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ട്, നിങ്ങളെങ്ങനെയാണ് കടലക്കറി വെക്കുന്നത്? ഞാനിപ്പോൾ ഈ വെന്ത കടലക്കകത്ത് നിന്ന് കുറച്ചെടുത്ത് മാറ്റും. എന്നിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി, ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് വഴറ്റിയിട്ട് ഞാൻ അതിനകത്തോട്ട് ഈ കടല മസാലയെല്ലാം ചേർക്കുകയല്ലേ നമ്മൾ, മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നമുക്ക് പിന്നെ ഇച്ചിരി എടുത്ത് വെച്ച കടലയില്ലേ, കടല തണുത്ത് കഴിയുമ്പോൾ അതൊരു ശകലം അങ്ങോട്ട് അതിനകത്തോട്ട് അരച്ചങ്ങ് ചേർക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കടലക്കറിക്ക്. നല്ല കുറുകിയ ചാറോട് കൂടി നല്ല കടലക്കറി കിട്ടും. അപ്പം ഞാൻ നേരത്തെയൊക്കെ ഞാൻ എങ്ങനെയാണ് കടലക്കറി വെക്കുന്നതെന്നറിയാമോ? ഞാൻ അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർക്കുമായിരുന്നു പണ്ട്. എനിക്ക് പണ്ട് ഒട്ടും അറിയാത്തൊരു സംഭവമായിരുന്നു ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഇവിടുത്തെ അമ്മ, ഏട്ടൻ്റെ അമ്മയാ പാചകം ചെയ്യുന്ന കണ്ടൊക്കെ ഞാൻ പഠിച്ചു വന്നത്. അന്നേരം അമ്മ വെക്കുന്ന കണ്ടുകൊണ്ട് ഞാനും ഉരുളക്കിഴങ്ങിടും. പക്ഷെ ഉരുളക്കിഴങ്ങിട്ടാലും നല്ല രുചിയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കടല തന്നെ ഒന്ന് വേവിച്ച് അരച്ച് ചേർക്കുമ്പോൾ അതാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. എൻ്റെ ഫോണിനകത്ത് ചാർജ് കുറവാണ്. ഏട്ടൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങോട്ട് വരൂ, പുറത്ത് വാ. അയ്യോ, ഇതെത്ര എവിടെ വാടിയ താമരപ്പൂ? ഇതെവിടുന്ന് കിട്ടി? വെറുതെ കിട്ടിയതാ? ആണോ? എന്ത് വേണം താമരപ്പൂ കിട്ടിയത്? അമ്പലത്തിൽ നിന്ന് താമരപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. നേട്ടാ ഇതങ്ങ് വെച്ചേരെ, വിളക്കിൻ്റെ അവിടോട്ട് വെച്ചേരെ. അകത്തുനിന്ന് എടുത്തോണ്ട് തന്നാണോ? പിന്നെ ആണെങ്കിൽ വേറൊരു ശശികല എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തി എനിക്ക് എന്നും കമൻ്റ് ഇടും, പാചകം കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ആർക്കും പാചകമൊന്നും കാണണ്ട. എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പാചകം ആർക്കും വലിയ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം. ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഓരോ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും, വലിയ വ്യൂസൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് കാണണമെന്നേ ഇല്ല. എനിക്ക് തോന്നുന്നൊരു 100 വ്യൂ പോലും എനിക്കതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. വെറുതെ ഇതിട്ട് എന്തിനാ മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിപ്പോൾ ഏതാ പാചക വീഡിയോ ഇടാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാനതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാനപ്പോൾ പതുക്കെ ഈ കടലക്കറി വെക്കാനൊരുങ്ങട്ടെ. എൻ്റെ ഫോണിനകത്ത് ചാർജ് കുറവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ വീഡിയോ എടുക്കാമായിരുന്നു. അപ്പം ഒന്ന് ചാർജിങ്ങിനിടട്ടെ. അടുത്ത നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ, ബൈ.